ഹായ്, ഒരു യൂട്യൂബ് ചാനലേ, അതായത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. ചുമ്മാ ഒരു ആവേശം തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എന്ത് കോണ്ടന്റ് ഐഡിയ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പേഴ്സണൽ സ്റ്റോറികളും നമ്മുടെ എക്സ്പീരിയൻസ് ഒരു പേഴ്സണൽ വ്ളോഗ് പോലെ നമുക്ക് ഇച്ചിരി ഫ്രീഡമായിട്ട് ഇതിനകത്തെങ്കിലും എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റണം എന്ന രീതിയിൽ തുടങ്ങിയ ചാനലാണ്. പക്ഷേ പറയാൻ എളുപ്പമാണ്. ഒരു കണ്ടന്റ്, ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഒരു കോണ്ടന്റ് തപ്പുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ചുമ്മാ എന്തെങ്കിലും പറക്കിയിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഇതൊരു ഭയങ്കര എന്താ പറയുക, ഒരു യൂട്യൂബർ ആകാൻ വേണ്ടിയുള്ള ചാനലൊന്നും അല്ല കേട്ടോ. നമ്മൾ വളരെ ഒരു ഡയറി കുറിപ്പ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ ഒരു ചില കാര്യങ്ങളൊക്കെ ആർക്കൈവ് ചെയ്ത് വെക്കാനുള്ളൊരു സ്ഥലം, അതിന് നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാം. നമുക്ക് വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ധൈര്യം വേണം. ഇപ്പോൾ കണ്ടു നമ്മൾ പണ്ടത്തെ കാലമൊക്കെ കുറച്ചുകൂടെ ക്യാമറയുടെ ഫ്രണ്ടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു ചെറിയൊരു കോൺഫിഡൻസും മടിയില്ലായ്മയൊക്കെ വന്നു. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വെച്ചത്. പറഞ്ഞു വന്നത്, പേഴ്സണൽ സ്റ്റോറീസ് ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണൽ സ്റ്റോറീസ് പലപ്പോഴും വേറൊരാൾ കണക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് അതിൻ്റെ കാഴ്ചക്കാരൊന്നും കാണാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഇൻറ്റൻഷനോടെ കറണ്ട് പോയാൽ ഇതിൻ്റെ ബാറ്ററി തീരാനായെന്ന് തോന്നുന്നു. അതായത് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോടെ തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിന് വ്യൂവേഴ്സിൻ്റെ കാര്യമൊന്നും അധികം നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നോക്കിയപ്പം അതിനകത്ത് 2 സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ ആണെങ്കിൽ പോലും അതിന് കാണാൻ 2 പേര് സബ്സ്ക്രൈബ് ചെയ്തു. ആരാണെന്ന് എനിക്കറിയില്ല. ഞാനത് കൂട്ടുകാർക്കൊന്നും അയച്ചു കൊടുത്തില്ല കേട്ടോ ഈ ചാനലിൽ. കാരണം തന്നെ ഓർഗാനിക്കായിട്ട് വരുന്ന ഗ്രോത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല സന്തോഷം. നമ്മളതാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യും. ഗ്രാജുവലി വരും, അത്രേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇന്നത്തെ കഥ അതും നൊസ്റ്റാൾജി തന്നെയാണ്. നൊസ്റ്റാൾജി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാക്കനാട് എൻ്റെ അനിയനോടാണ്. അനിയൻ വാങ്ങിച്ചെന്ന iPhone 16 Proയിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം ഒരു ക്യാമറ ക്വാളിറ്റി വ്യത്യാസം അറിയാനല്ലേ. നമ്മളെ എന്താ പറയുക, ഒരു ഡിജിറ്റൽ ക്യാമറ എടുക്കുന്ന അതിനേക്കാളും കൂടുതൽ ചിലപ്പം ചില ലൈറ്റിംഗ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പക്കയാണ്. കം ടു ദ സ്റ്റോറി. കാക്കനാട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് അവിടുത്തെ ചെറിയ സാധനം. കാരണം ഒന്നാമത് ബജറ്റിൽ ഒതുങ്ങുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് എവിടെ പോയി ഒരേ ഫോർമാറ്റാണല്ലോ. അവിടെ മസാല ദോശയുടെ കളർ ഉൾപ്പെടെ സെയിം. നമുക്കറിയാം ഓൾമോസ്റ്റ് ഫുഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്കറിയാം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. നല്ല മുരിഞ്ഞ മസാല ദോശയും ചൂട് കട്ട്ലറ്റും ഒരു കോഫിയെ കുടിച്ച്. നല്ല മഴയാണ്. നല്ല രസമാണ് സ്ഥലം കേട്ടോ. ചെറിയൊരു സാധാരണ ഭയങ്കര വലിയ സംഭവം എനിക്കിങ്ങനെ കുഞ്ഞു കടകളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പം ജസ്റ്റ് നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ പുറകത്തെ ബുക്ക് ഷെൽഫിൽ ബാലഭൂമി ആദ്യം വാങ്ങിക്കണമെന്നൊക്കെ നോക്കും. കാരണം നമ്മൾ 14 വയസ്സായിട്ട് ബാലഭൂമി വാങ്ങിക്കുമ്പോൾ ആളുകൾ എന്ത് കരുതും എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഞാൻ ആദ്യം മൈൻഡ് ചെയ്യാതെ അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കും. പിന്നെ ആലോചിക്കുക, എന്ത് കോപ്പ്, ആരെ കാണിക്കാനാണ് ഇതൊക്കെ ഈ മസിൽ പിടുത്തുന്നത്, എനിക്ക് ഇഷ്ടമുണ്ട് പോയി വാങ്ങിക്കണം എന്നെൻ്റെ തലയ്ക്കകത്ത് കയറി ഞാൻ തന്നെ പറഞ്ഞു. തിരിച്ചു പോയി കടയിൽ ചെന്ന് അങ്ങോട്ട് കയറി ചെന്ന്, ചേട്ടാ ഇതിനെത്ര വില? 25 രൂപ എന്ന് പറഞ്ഞു. നമ്മുടെ പഴയ കാലത്ത് 5 രൂപയുള്ളൂ. 5 രൂപയ്ക്ക് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ച് മാറ്റി വാങ്ങിച്ചു വന്ന സാധനത്ത് 25 രൂപ. കാലം മാറി. ഇതിന് കുറച്ച് വലിപ്പം വെച്ചു. വലിയ പുസ്തകമാണ്, നന്നായി. കണ്ണ് കാണാതെ പോവുകയാണെങ്കിൽ കാഴ്ച കുറയുന്നവർക്ക് വായിക്കാൻ എളുപ്പമുണ്ടല്ലോ. പക്ഷേ ഇത് വായിക്കാൻ കാരണം ഒരു നൊസ്റ്റു ആയതുകൊണ്ടാണ്. പണ്ട് ചെറുപ്പത്തിൽ ഈ ബാലഭൂമി നല്ലോണം ബാലഭൂമി, ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുറേ അതൊക്കെ വായനാശീലം വളർത്താൻ ഒത്തിരി സഹായിച്ച ഘടകമാണ്. പക്ഷേ എവിടേക്കോ വെച്ചാൽ അത് നിന്ന് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ TV കാഴ്ച ഒരു ഫോക്കസ് ഇല്ലാത്ത വായനയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഒരു സുഖമില്ല. ഇത് പറഞ്ഞു വന്നാൽ ഇതൊത്തിരി നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലൊക്കെയാണ് ചില പുസ്തകങ്ങൾ നമ്മളെ എല്ലാ ആഴ്ചയും നമ്മൾ നോക്കിയിരിക്കും ഈ സംഭവം വരാൻ വേണ്ടി. ബാലഭൂമി ഇങ്ങനെ ക്ലിപ്പ് തൂക്കിയിടുമല്ലോ കടയിൽ. അതുപോയി നമ്മൾ 5 രൂപ കൊടുത്ത് വായിച്ച് ഇതുമായിട്ട് കയറി ഇരുന്ന പിന്നെ തീർക്കുന്നതാണ് നമ്മുടെ കണക്ക്. യുറീക്ക കൊണ്ടുവരുന്നത്. യുറീക്ക എന്ന പുസ്തകം പണ്ട് വായിക്കുക. യുറീക്ക അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നേരെ മഴയത്ത് നേരെ തിരിച്ച് ഫുഡും കഴിച്ച് കാറിനകത്ത് കയറി ഇരുന്നിട്ട് നല്ല മഴയും ട്രാഫിക്ക് പോയി കുറച്ച് കഴിഞ്ഞ് പോകാം. കാരണം എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അനിയൊക്കെ എണീക്കുന്നേ ഉള്ളൂ. ഞാനത് വായിച്ചു തുടങ്ങി. ഏകദേശം 50 പേജുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഒറ്റ ഇരിപ്പിൽ മൊത്തം വായിച്ചു. ഞാൻ കുറച്ച് നേരത്തേക്ക് ഭയങ്കരമായ ഒരു കുറേയൊക്കെ മിസ്സിങ് ഫീൽ. നമ്മുടെ പഴയ വലിയ ആഗ്രഹങ്ങളും ഇല്ലാത്ത ചെറുപ്പകാലത്തെക്കുറിച്ച് ആലോചിച്ച് വരുന്നതാണ്. ഭയങ്കര രസകരമായിട്ടുള്ള നമ്മുടെ സമയമൊക്കെ. അന്നും കൂടുതൽ പ്ലാനുകളോ, രാവിലെ എണീക്കുമ്പോഴേ അങ്ങനെ സമാധാനമായി പോകുന്ന ദിവസം. വളരെ അത് ഇപ്പോഴും പലർക്കും പറ്റും, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു ചില സമയം ഇങ്ങനത്തെ ഈ പുസ്തകങ്ങളൊക്കെ റീവിസിറ്റ് ചെയ്ത് നമ്മുടെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. ഇതിൻ്റെ കുറച്ച് വരയൊക്കെ മാറി കേട്ടോ. ഇത് ഇമേജുകളാണ് മൊത്തം വന്നിരിക്കുന്നത്. പക്ഷേ ചിലതൊക്കെ അത്യാവശ്യം എന്താണ് നമ്മുടെ സൂത്രനല്ല വിക്രം ദുർബലനോ ഇതൊക്കെ പുതിയ സംഭവം കേട്ടോ. മീശ മാറുചാരൻ, അങ്ങനെ കുറേ സംഭവം. എല്ലാത്തിലും എഴുത്തൊക്കെ വര മാറി. പഴയ കാർട്ടൂണിൻ്റെ ഭംഗി, പഴയതെന്ന് പറയുമ്പോൾ തന്തോയി പറയുന്നതല്ല, പഴയ
കാർട്ടൂണിൻ്റെ എഴുത്തിനൊരു വ്യത്യാസമുണ്ട്, വരയ്ക്ക് വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ വരയോ അല്ലെങ്കിൽ മറ്റേ AI വന്നതിന് ശേഷം മൊത്തം ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്ന് തോന്നുന്നു. മാറുമായിരിക്കും. പക്ഷെ എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റു ആണ് കേട്ടോ. ഇത് വാങ്ങിച്ചത് അതിൻ്റെ പുറകെ എടുക്കണ്ടേ ഒരു സുഡോക്കും ഉണ്ടായിരുന്നു. ഈസി സുഡോക്കും എനിക്ക് 16 കളമുള്ളൂ. ആ 16 കളം വണ്ടിയെ പേന ഉണ്ടായിരുന്നു. ആ പേന ഞാൻ തന്നെ പൂരിപ്പിച്ചു. സിമ്പിളാണെങ്കിലും അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷെ ചെയ്തു. അത് രസകരമായിട്ട് ചെയ്തു കേട്ടോ. അന്നേരം അവസാനം അഡ്രസ്സ് എഴുതുന്നിടത്ത് പേര് നോക്കാം. പേര് അനൂപ്, വയസ്സ് 40. അപ്പോഴാണ് ഞാൻ എൻ്റെ പ്രായത്തെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണ്, അത്രയും കാലം കടന്നു പോയി. എന്നാലും ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ലൈഫിലൊരു ഫ്രണ്ടിനെ പോലൊക്കെയാണ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈ വായനാദിനത്തിലൊക്കെ പറയേണ്ട കാര്യമാണ്. വായിക്കുന്നതില്ല, വായനയെ കണക്കാണ്. ഉള്ള റീലുകളും വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് വാട്സപ്പിൽ നമ്മൾ വാട്സപ്പിൽ ഒരു ദിവസം വായിക്കുന്ന മെസ്സേജുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പുസ്തകം വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. സ്വയം എന്നോട് തന്നെയുള്ള ഉപദേശമാണ്. പുസ്തകങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് സ്ഥിരമായിട്ടൊരു ഫോക്കസ് ചെയ്തുള്ള വായനയും, നമ്മളൊന്ന് ഒരു പേജ് വായിക്കുമ്പോഴേ മൈൻഡ് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് പിന്നെ അതിലേക്ക് പോകുന്നു. അങ്ങനെ മാറി പോകുന്ന ഒരു ഇതിലേക്ക് പോകുന്നു. എന്തായാലും ബാലഭൂമിയും കാക്കനാട് യാത്രയും ഇന്ത്യൻ കോഫി ഹൗസും കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് വീണ്ടും കൊണ്ടുപോയി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഈ ചാനലിൽ തൽക്കാലം ആദ്യം ഇടുന്നത് കേട്ടോ. ഇത് ഇഷ്ടപ്പെടുന്നവരാണ് ഇത് കണ്ടിട്ട് കാര്യമാണ്. അല്ലാതെ ബോറടിക്കും. എൻ്റെ കഥ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് കാണിക്കാനാണ് നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ? ഇത് എനിക്കൊരു സന്തോഷം വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വരിക കേട്ടോ. നമുക്ക് പോകാം. വേറെ മുന്നോട്ട് പോകുമ്പം ഇൻട്രസ്റ്റിംഗ് ആയ എക്സൈറ്റ്മെൻ്റ് ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയാൽ ചെയ്യാം. പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നും പിടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.